എഗ് ഫ്രൈ വിത്ത് പാർമേസൻ ചീസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്നാക്ക് എന്നൊക്കെ പറയാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ചായയുടെയൊക്കെ ഒപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവ് ചാനൽ. എൻ്റെ പേര് ആശ വിനീത്. ഇതുപോലെ വലിപ്പമുള്ള വഴുതനങ്ങ എടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് നീളത്തിൽ സ്ലൈസസ് ആക്കണം. കഷ്ണങ്ങൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെക്കുക. നല്ല വൃത്തിയുള്ള തുണിയായാലും മതി. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെക്കാൻ പോവുകയാണ്. ആ ഉപ്പ് ഇതിൽ ഈ വഴുതനങ്ങയിൽ കുറച്ച് കയ്പ്പ് രസമുള്ള വെള്ളമുണ്ട്. അതപ്പോൾ ഈ ഉപ്പിട്ട് വെക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ അത് ഒപ്പിയെടുക്കും. അതിനു വേണ്ടിയാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇത് നിരത്തി വെക്കുന്നത്. അപ്പോൾ ആ വഴുതനങ്ങയിൽ ആ കയ്പ്പ് രസമുള്ള ആ വെള്ളം ഒന്ന് നമുക്ക് മാറിക്കിട്ടണം. മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ വഴുതനങ്ങയുടെ മുകളിലൊക്കെ കുറച്ച് വെള്ളം പോലെ വന്നിരിക്കുന്ന കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇതേടെ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന കാണാം. ഇനി ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേ കണ്ടില്ലേ, കറുത്ത കളറിലുള്ള ഒരു വെള്ളം പോണ കാണാം. അപ്പോൾ പിഴിഞ്ഞെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് കഴുകിയിട്ട് ഇതേ ടിഷ്യൂ പേപ്പറിൽ തന്നെ 30 മിനിറ്റ് വച്ചാലും മതി. അപ്പം ഇവിടെ ഞങ്ങൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എല്ലാ വഴുതനങ്ങ കഷ്ണങ്ങളും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടിതൊന്ന് അടിച്ച് നല്ല പതപ്പിച്ചെടുക്കുക. ഇതുപോലെ ഇതിലേക്ക് 2-3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. കുറച്ച് മൈദ എടുത്തിട്ട് അതിലോട്ട് ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണു. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അരച്ച് ചേർത്തിരിക്കുകയാണ് ഇതിലോട്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. വേണ്ടത് നമുക്ക് പാർമേസൻ ചീസാണ്. ഇതില്ലെങ്കിൽ ബാക്കിയൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷെ ഇതാണ് പ്രധാനം ഇതിൻ്റെ. ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം വഴുതനങ്ങ കഷ്ണം എടുത്തിട്ട് പാർമേസൻ ചീസിലോട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. ഈ ചീസൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് വഴുതനങ്ങയാന്ന് പോലും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്ലോറിൽ ഇതുപോലെ മുക്കിയെടുക്കുക, മൈദയിൽ മുക്കിയെടുക്കുക. വളരെ ടേസ്റ്റാണ്. സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇത് മുട്ടയിലോട്ട് ഇതുപോലെ മുക്കിയെടുക്കണം. മുട്ടയുടെയൊക്കെ രുചി വരുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഇതിൻ്റെ ഉള്ളിൽ വഴുതനങ്ങയാന്ന് പോലും ഇതൊക്കെ കൊണ്ട് അറിയില്ല. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതലോ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ മുക്കിയെടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വഴുതനങ്ങ ഇഷ്ടമൊന്നുമില്ലാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഇനി ഇതുപോലെ ഓയിലിലോട്ട് ഇടുക. ലോ ഫ്ലെയിമിലാവണം, കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുപോലെ തന്നെ മുട്ട പെട്ടെന്ന് കരിയാൻ പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഓയിലോട്ട് ഇടാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത മുട്ടയും ചീസും ഇതൊക്കെ ആ സൈഡിൽ കരിയാതെ നന്നായിട്ടത് വെന്ത് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി എന്ന് പറയണത്, മുരിയിച്ചെടുത്താൽ മതി എന്ന് പറയണത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുള്ള ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡും പെട്ടെന്നത് നന്നായിട്ട് എളുപ്പത്തിൽ മൊരിഞ്ഞ് കിട്ടാൻ സഹായിക്കും.
കണ്ടില്ലേ, കളർ ചേഞ്ച് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് കണ്ടില്ലേ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വശവും ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, കരിഞ്ഞ് പോകാതെ അത് മൊരിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ വശവും മൊരിഞ്ഞ് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ആ വഴുതനങ്ങ അതിലത്തെ ആ വെള്ളം ഊറ്റിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 30 മിനിറ്റാണ് ഇത് വയ്ക്കേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഇതിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുക്കിയെടുത്തിട്ട് ഈ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ്ങിൽ ഒക്കെ വളരെ പെട്ടെന്നുണ്ടാക്കി നിങ്ങൾക്ക് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കൊടുക്കാം. അവർക്കൊരു വേറിട്ടൊരു അനുഭവം തന്നെയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മല്ലിയില ചട്നിയോ അല്ലെങ്കിൽ ഇതുപോലെ കെച്ചപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റായിട്ട്, വളരെ ടേസ്റ്റ്, ഇതിന് ഏറ്റവും കൂടുതൽ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരണ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം.